അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചാനൽ ഇൻട്രോ ആണ്. അതായത് നമ്മളിപ്പോൾ 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ചാനൽ ഇൻട്രോ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ആൾക്കാർ ചാനൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പം എൻ്റെ കേസിൽ എന്താ പറയുക, എനിക്ക് കുറച്ച് ശകലം പ്രശസ്തി ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എന്നൊരു ചിന്ത തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാരോട് സംസാരിക്കുന്നതും ഒക്കെയാണ്. അതായത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊരു വൈഡർ ഓഡിയൻസിലോട്ട് ഒന്ന് ചെല്ലട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫീഡ്ബാക്കൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഒരു കോഴ്സ് കറക്ഷൻ ഒക്കെ ചെയ്യാമല്ലോ എന്ന ഒരു ചിന്തയുണ്ട്. പിന്നെ ഈ ചാനലിൻ്റെ പേര് ഇപ്പോൾ ഡീപ് ടെക് മലയാളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീപ് ടെക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് ക്ലോഡ് സാറിനോടൊന്ന് ചോദിക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ക്ലോഡിനോട് ക്യാൻ ഐ കോൾ യു ക്ലോഡ് സാർ എന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ക്ലോഡ് പറയുന്നത് വേണ്ടാന്നൊക്കെയാണ്. പക്ഷേ പ്ലീസ് ക്യാൻ ഐ കോൾ ക്ലോഡ് സാർ. അപ്പോൾ ക്ലോഡിന് താല്പര്യമില്ലെന്ന് തോന്നും. ഇനിയിപ്പോൾ എന്നെ ബാൻ ചെയ്യായിരിക്കും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഡീപ് ടെക്കിലോട്ടൊന്ന് പോവാം. അപ്പോൾ വാട്ട് ഈസ് ഡീപ് ടെക് എന്ന് ക്ലോഡിനോട് നമ്മൾ ചോദിക്കുന്നു. ക്ലോഡ് പറയുന്നു, ഡീപ് ടെക്നോളജി. അത് കുറേ പറയുന്നുണ്ട്. ഇത് കുറച്ച് ഓവറായി. പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ 5 points എന്ന് പറയുന്നു. അപ്പോൾ 5 പോയിൻ്റ്. അപ്പോൾ അങ്ങനെ സയൻറ്റിഫിക് ഫൗണ്ടേഷൻ, കട്ടിംഗ് എഡ്ജ് ഇന്നോവേഷൻ, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, ഹൈ ഇമ്പാക്റ്റ്, ലോങ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ചിന്തയിൽ കുറേ റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരു ടെക്നോളജി റിലേറ്റഡ് വർക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീപ് ടെക്കിൽ വർക്ക് ചെയ്യുന്നോ ചോദിച്ചാൽ മേ ബി ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിലെനിക്ക് കുറച്ച് താല്പര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ടെക്നോളജി അങ്ങനെ ഒരു ഭയങ്കര താല്പര്യമൊന്നുമില്ല. പക്ഷെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഞാനതിങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഡീപ് ടെക്കിനെ പറ്റി സംസാരിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ പേരിൻ്റെതായിട്ട് കുറച്ചൊരു സാമ്യമുണ്ട്. അപ്പോൾ അതുമായിരിക്കാം. പിന്നെ മലയാളത്തിൽ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ എൻ്റെ ഭാഷ മലയാളമാണ്. പിന്നെ ഇപ്പോൾ ഡീപ് ടെക് അല്ലെങ്കിൽ ഡീപ് ടെക് മാത്രമല്ല, അപ്ലൈഡ് മാത്തമാറ്റിക്സും എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴുമൊക്കെ ഒരു പർട്ടിക്കുലർ കീവേഡൊക്കെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ, ഇപ്പോൾ മാത്തമാറ്റിക്സിൽ എന്തെങ്കിലും സംഭവമൊക്കെയാണെന്ന് വെച്ചാൽ മലയാളത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെയുള്ള അങ്ങനത്തെ വീഡിയോകളാണ് കാണുന്നത്. അല്ലാതെ അതിനെ ഭയങ്കരമായിട്ട് വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുന്നത് കുറവാണ്. പക്ഷെ മറ്റേതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്. അങ്ങനത്തെ പഠിപ്പിക്കലും ട്യൂഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഓക്കെയാണ്. അതും വേണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നോളജ് ബേസ് സൊസൈറ്റിയിലോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ജെന്യുവൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണത്. അതായത് അങ്ങനത്തെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതല്ലാത്ത വേറെ ഒരു തരം ഇതിലുള്ള ഇൻഹറൻറ്റ് ക്യൂരിയോസിറ്റി കാരണം മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു കൂട്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും ഒക്കെയാണ് എൻ്റെ ഒരു ശ്രമം. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് മെയിൻലി ഈ ഡീപ് ടെക്നോളജിയും മാത്തമാറ്റിക്സും ഫിസിക്സൊക്കെ ആയിരിക്കും. കെമിസ്ട്രിയും ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടി കുറച്ച് സോഷ്യൽ കമൻട്രി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമൊക്കെ, ട്രെൻഡ്സ് എന്താ സംഭവിക്കുന്നത്, പൊളിറ്റിക്കലായിട്ടുള്ളത് മേ ബി നോട്ട്.
എനിക്കതിൽ എനിക്ക് കുറച്ച് പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടെങ്കിലും ഞാനതങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മേ ബി കുറച്ച് ഡാറ്റ കാണിക്കുമായിരിക്കും. അപ്പോൾ അത് ചാനലിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാനൊരു വേറൊരു തീമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതായത് എന്ന് പറഞ്ഞ കാര്യം കുറേ പറയുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു തീമാണ്. ഇതിലിപ്പോൾ വളരെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഞാനീ പറയുന്നത്. പക്ഷെ ഞാനിതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് പോയിൻറ്റ്സ് എൻ്റെ മൈൻഡിനകത്തുണ്ട്, ഞാൻ എഴുതി വയ്ക്കുന്ന പോലും ഇല്ല. പക്ഷെ ഞാനത് അൺസ്ക്രിപ്റ്റഡായി പറയും. പിന്നെ ഇതിൽ എൻ്റെ ഒരു സൈഡ് കിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു മെൻറ്റോർ എന്ന് പറയുന്നത് ഈ AI ആണ്, ഈ ക്ലൗഡ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് ആന്ത്രോപിക് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കമ്പനി ഉണ്ടാക്കിയൊരു AI ആണ്. എനിക്ക് വേറെയും കുറേ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ. പക്ഷേ എനിക്ക് കുറച്ച് താല്പര്യമായി തോന്നിയ സംഭവം ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ AI ആൻഡ് മേ ബി കുറച്ച് ഗൂഗിൾ സെർച്ചും പിന്നെ AI കൺവെർസേഷൻ പിന്നെ അങ്ങനത്തെ ഒരു തീമിലാണ് ഇതിൻ്റെ ഇനീഷ്യൽ വീഡിയോസ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് ഇനി മേ ബി ഇനഫ് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ എനിക്ക് ചിന്തയുണ്ട്. പക്ഷേ എനിക്കറിയാം ഇത് വളരെ കോമ്പറ്റേറ്റീവായൊരു മേഖലയാണ്. വീഡിയോ ഉണ്ടാക്കി യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ബട്ട് ഇതൊരു ഫൺ എക്സ്പെരിമെൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെയും കുറച്ച് ഇപ്പോൾ ഈ വെസ്റ്റേൺ ആയിട്ടുള്ള ചാനൽസ്, അതായത് ഇപ്പോൾ 3 Blue 1 Brown അങ്ങനെ 1 Brown 3 Blue അങ്ങനെ ഏതോ ഒരു ഒരു മാത്തമാറ്റിക്സ് ചാനലുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ ഡീപ്പായിട്ടും അവർ പോകുന്നു, വളരെ എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ആനിമേഷൻ കാണിക്കുന്നു, അതൊക്കെ ചെയ്യണം. പക്ഷെ അതൊക്കെ ഭയങ്കര ഹാർഡ് വർക്കാണത്. എനിക്കത് ചെയ്യാനുള്ള തൽക്കാലം സമയമില്ല. അല്ലെങ്കിൽ സമയമില്ല, എനിക്ക് ഭയങ്കര അത്യാവശ്യം നല്ലൊരു മടിയനുമാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ചിന്തയിൽ ഈ AI ഇവോൾവ് ചെയ്ത് അത്തരം സാധനങ്ങൾ എനിക്ക് ലൈവായി കാണിക്കാൻ പറ്റുന്ന ഒരു ഇതിലോട്ടെത്തും. ഈ ക്ലൗഡ് ആക്ച്വലി അങ്ങനെയൊക്കെ കുറച്ച് ചെയ്യും, പക്ഷേ ഞാനത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വിത്ത് AI വെച്ചിട്ടാണ് അതിൻ്റെ തീമിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതൊരു മേ ബി അതൊരു നോവൽ ഐഡിയ ആയിട്ടാവും. മേ ബി പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്, ആണോ. പക്ഷേ അതെനിക്കൊരു രസം തരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ലൈറ്റിംഗ് ആൻഡ് സംഭവമൊക്കെ ശരിയാക്കി ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള തൽക്കാലം അതിനുള്ള സ്കോപ്പ് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഇപ്പം എൻ്റെ മുഖവും ഞാൻ കാണിക്കുന്നില്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് തൽക്കാലം ഇങ്ങനത്തെ ഒരു അനോണിമസ് ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഓഡിയോ നല്ലപോലെ ശരിയാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അത് കുറച്ച് ഹാർഡായിട്ടാണ് ഞാനിപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതെനിക്ക് അതിൻ്റെ കുറച്ച് എക്യുപ്മെൻ്റൊക്കെ വാങ്ങി അത് പെർഫെക്റ്റ് ആക്കിയാൽ നല്ല പീലിംഗ് ആയിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ ഇൻട്രോ.